ആവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ചയുടെ സായംവേളയിൽ പുത്തൻകട ജംഗ്ഷനിൽ ഞങ്ങൾ ആയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നതായ സമാധാനത്തെയും സന്തോഷത്തെയും നിത്യരക്ഷയെയും കുറിച്ച് ഈ ദേശത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുവാനും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് ആയിരിക്കുന്നത്. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിന്തകൾ പങ്കിടുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിവിടെ കടന്നു വന്ന് ഇങ്ങനെ മൈക്ക് സിസ്റ്റമൊക്കെ ക്രമീകരിച്ചു, പ്രാർത്ഥിച്ചു, പാട്ടുകളൊക്കെ ഇട്ടു, പാട്ടുകൾ പാടി നിങ്ങൾ സസന്തോഷം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യസുവിശേഷം അഥവാ സദ്വർത്തമാനം നാം എന്തുകൊണ്ട് കേൾക്കണം? അത് ഈ കാലഘട്ടം വളരെ ഭയാനകമായ നിലയിലാണ് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാനുഷിക ജീവിതങ്ങളിൽ സ്വസ്ഥതയും സമാധാനവുമില്ല. തലമുറകൾ പാപത്തിൽ വഴിതെറ്റി മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ വിധേയരായി വളരെ അതിക്രമങ്ങളും ആരും ഇഷ്ടപ്പെടാത്ത നിലയിലുള്ളതായ അതിക്രൂരവുമായ പ്രവൃത്തികളിൽ അവൻ തുടരുകയാണ്. ഈ കാലഘട്ടം ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോയാൽ നമ്മുടെ തലമുറകൾ നാം എവിടെ ചെന്നെത്തും? എന്താകും? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പോക്കിൽ നിന്ന് നമുക്ക് ഒരു വിമോചനം ആവശ്യമില്ലയോ? ഇനിയും നാമും നമ്മുടെ തലമുറകളും ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ? നാം ഒന്ന് ചിന്തിക്കണം. ഈ കാലഘട്ടത്തിലാണ് സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രസക്തി എന്തെന്ന് നാം അറിയേണ്ടത്. ഇത് കേൾക്കേണ്ടത് ക്രിസ്ത്യാനികൾ മാത്രമല്ല. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് സകല ജാതികളുമായുള്ളവരും ഇത് കേൾക്കണം. സകല ഭൂവാസികളുമായുള്ളവരും ഇത് ചെവിക്കൊള്ളണം. സാമാന്യ ജനം ഇത് കേൾക്കണം. ശ്രേഷ്ഠ ജനം കേൾക്കണം. ധനവാന്മാർ കേൾക്കണം. ദരിദ്രന്മാർ കേൾക്കണം. എല്ലാ ജനവും ഈ സത്യസുവിശേഷം കേട്ടേ മതിയാകൂ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾ കേട്ടേ മതിയാകൂ. ഏതൊരു ശിക്ഷയ്ക്ക് മുൻപേയും ഏതൊരു അപകടത്തിന് മുമ്പേയും നമുക്ക് ലഭിക്കുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. ആ മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അപകടങ്ങളിൽ പെടുക. ചില ശിക്ഷാ നിയമങ്ങൾക്ക് മുമ്പിൽ നാം ചെന്നുപെടുക. എന്നാൽ മുന്നറിയിപ്പുകളെ നാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാം സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മേൽ വരുവാനിരിക്കുന്ന അപകടങ്ങളെ നമുക്കൊഴിവാക്കാം. നാം ചെന്നെത്തപ്പെടാനിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിടുവിക്കപ്പെടാം.
എന്നാൽ പലപ്പോഴും മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മുൻപിൽ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ടൈറ്റാനിക് എന്ന ഒരു വലിയ കപ്പൽ ലോകത്തിലൊരു മനുഷ്യർക്കും തകർക്കാൻ പറ്റില്ല എന്ന വിശ്വാസത്തോടെ യാത്ര പുറപ്പെട്ടത്, അത്രയും സുരക്ഷിതമായ നിലയിൽ പണി കഴിപ്പിച്ചത് അന്നത്തെ വളരെ സമ്പത്തുള്ള മനുഷ്യരാണ് ആ കപ്പലിൽ യാത്ര ചെയ്യുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. എന്നാൽ ആർക്കും തകർക്കാൻ പറ്റത്തില്ല എന്ന ആത്മവിശ്വാസത്തോടെ യാത്ര തിരിച്ച കപ്പൽ യാത്രക്കിടയിൽ വലിയൊരു മഞ്ഞുകട്ടി ഈ കപ്പലിന് നേരെ ഉരുണ്ടുവരുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി. അതിന് മുന്നറിയിപ്പ് കപ്പിത്താന് ലഭിച്ചു എങ്കിലും അതിനൊരിക്കലും ആ കപ്പലിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ള ആത്മവിശ്വാസത്താൽ മുന്നോട്ട് പോയി. എന്നാൽ ആ കപ്പൽ സമുദ്രത്തിൽ ആഴത്തിൽ തകർന്നു പോയപ്പോൾ അതിൽ സഞ്ചരിച്ചിരുന്ന ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം അപകടത്തിലായപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് ലഭിച്ച ആ കപ്പിത്താന് ലഭിച്ച ആ മുന്നറിയിപ്പിനെ അവഗണിച്ചതാണ് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഈ സായവേളയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ, മാതാപിതാക്കളെ, യുവാക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഞങ്ങൾ ഇതുപോലുള്ള പ്രസംഗങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് സുവിശേഷം ഇതൊരാദ്യ സംഭവമല്ല, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ധാരാളം പള്ളികളിൽ നിന്ന്, കൺവെൻഷൻ യോഗങ്ങളിൽ നിന്ന് ഒക്കെ ഞങ്ങൾ സുവിശേഷങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കത് നന്നായിട്ടറിയാം. എന്തുകൊണ്ട് പിന്നെയും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു? നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കേട്ട സുവിശേഷ സന്ദേശങ്ങൾക്കൊന്നും തന്നെ നിങ്ങളുടേതായ പാപജീവിതത്തിൽ നിന്നൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വീണ്ടും സുവിശേഷത്തിൻ്റെ ആവശ്യകത, പാപത്തിന് മുന്നറിയിപ്പ്, പാപത്തിൻ്റെ പരിണിത ഫലമായ മരണത്തിൽ നിന്നും പാതാള യാതനയിൽ നിന്നും വിടുവിക്കപ്പെടണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ചിലർക്കെങ്കിലും തോന്നിയേക്കാം, ഞങ്ങൾക്ക് പള്ളിയുണ്ട്, ഞങ്ങൾക്ക് ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾക്ക് കൂടിവരവുകളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായും ഇന്ന് ഈ സായവേളയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ്, ആരാധനകളിൽ പങ്കെടുക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പാടുന്നവരാണ്. നിങ്ങൾ ഇന്നും മദ്യപിക്കുന്നയാളാണോ? പുകവലിക്കുന്നയാളാണോ? നിങ്ങൾ തെറ്റായ ജീവിത നിലവാരം പുലർത്തുന്നയാളാണോ? മോഷ്ടിക്കുന്നയാളാണോ? മറ്റുള്ളവരെ ദോഷപ്പെടുത്തുന്നതിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണോ? തീർച്ചയായും നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മനം തിരിയണം, നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സകല പ്രവൃത്തിക്കും തക്കതായ ഒരു ന്യായവിധി നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ വളരെ
അസന്ദിഗ്ധമായി പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സ്നേഹിതരെ, ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. ജനിച്ച് ജീവിച്ച് മരണപ്പെട്ട ഈ ലോകം വിട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ അല്പായുസ്സിൽ 60, 70, 80 അല്ല, ഇനി അതിലും താഴോട്ടുള്ള ചില കാലവർഷങ്ങളിലുള്ള നമ്മുടെ ജീവിതമോ ഏതായാലും നാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിനൊടുവിൽ ഇവിടം വിട്ടുപോകേണ്ടുന്നവരാണ്. നമ്മുടെ അല്പകാല ജീവിതത്തിൽ നാം അത് ജനിച്ചു വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നു, നല്ല ഉന്നതമായ ജോലികൾ, തൊഴിലുകൾ ഒക്കെ കണ്ടെത്തി, നല്ല കുടുംബജീവിതം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വസ്തുവകകൾ, സമ്പാദ്യങ്ങൾ, ഉന്നതമായ ജോലികൾ എല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം നാം ഇവിടെ നിന്ന് നമുക്ക് വേണ്ടി നേടിയെടുത്തതാണ്. സ്നേഹിതരെ, ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മുടെ അല്പകാല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ലോകം വിട്ട് പോകേണ്ടുന്നവനാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മറയപ്പെടേണ്ടവളാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നാം ഈ ലോകത്തിൽ നേടിയെടുക്കുന്നതും നമുക്ക് ലഭിച്ചതും നമുക്ക് ഉണ്ടായിരിക്കുന്നതായ അധികാരങ്ങളും ഉന്നതമായ പദവികളും കുടുംബ ബന്ധങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളും അപ്രതീക്ഷിതമായൊരു നിമിഷത്തിൽ നമ്മെ വിട്ട് ആമേൻ മാറിപ്പോകും. എന്നാൽ യേശു കർത്താവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. അത് മരണാനന്തര ജീവിതത്തിൽ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് എവിടെ പോകണമെന്ന് ചിന്തിക്കേണ്ടത് ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോഴാണ്, നാം നന്നായിരിക്കുമ്പോഴാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനോട് വിളിച്ചപേക്ഷിപ്പീനെന്ന്. ദൈവത്തെ കണ്ടെത്താകുന്ന ഒരു സമയമുണ്ട്, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. നാം നന്നായിരിക്കുമ്പോൾ, നമുക്ക് നല്ല ഓർമ്മശക്തിയുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, കഴിവുകൾ ഉള്ളപ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കണം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് സ്വയം നിലനിൽപ്പാൻ കഴിയയില്ല എന്നൊരു കാലം നിങ്ങൾക്ക് മുൻപിൽ വരാൻ പോവുകയാണ്. അത് നിങ്ങൾ എത്ര ആരോഗ്യമുള്ളവരായാലും, എത്രമാത്രം കഴിവുകളുള്ളവരെങ്കിലും, കായികാഭ്യാസികളാണെങ്കിലും, കലാകാരന്മാരാണെങ്കിലും, നിങ്ങളുടെ എല്ലാ കഴിവുകൾക്കും പ്രാപ്തിക്കും പരിമിതികളുണ്ട്. നിങ്ങളുടെ അതേ പ്രാപ്തിയും കഴിവും നിങ്ങളുടെ ബഹുമാനവും എല്ലാം നിലച്ചു പോകുന്നൊരു നാള് നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരുവാൻ പോവുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കഴിവുകൾ നഷ്ടമാകുമ്പോൾ
നിങ്ങൾ പ്രാപ്തിയില്ലാത്തവരായി തീരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കഴിയാതെ വരുന്ന കാലഘട്ടങ്ങളിലും ഓർത്തുകൊള്ളണം, മാനവരാശിയുടെ രക്ഷയ്ക്കായി ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിൽ അവൻ കടന്നു വന്ന് പാപികളുടെ രക്ഷയ്ക്കായി അവൻ പാപമില്ലാത്തവനായി ഒരു പാപിയെപ്പോലെ മരക്കുരിശിൽ സകല മാനവന്റെയും പാപത്തെ തൻ്റെ മേലിട്ടുകൊണ്ട് ക്രൂശിതനായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ നാളുകൾ ആമേൻ ക്രൂശീകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും നാളുകളാണ്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ ആമേൻ തൻ്റെ ക്രൂശിലെ സഹനമായ ആമേൻ സ്തോത്രം ആ ജീവിത അനുഭവങ്ങളൊക്കെ ധ്യാനിക്കുന്ന സമയമാണ് ഈ സമയം. എന്നാൽ യേശുക്രിസ്തു ക്രൂശും ചുമന്ന് ഗോൽഗോഥാവിലേക്ക് നടന്നു നീങ്ങുമ്പോൾ യേശുവിനെ അത് പിൻചെന്ന് അവൻ കരഞ്ഞും വിലപിച്ചും മാറത്തടിച്ചും കൊണ്ട് നടന്നു നീങ്ങിയ യെരൂശലേം പുത്രിമാരോട് യേശു കർത്താവ് തിരിഞ്ഞു നിന്നു പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. പ്രിയമുള്ളവരെ, മക്കൾക്ക് മാതൃകയുള്ളവരായ മാതാപിതാക്കളായി നാം ജീവിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും വേണ്ടി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപപ്രവൃത്തികളും പാപസ്വഭാവങ്ങളും നാം വിട്ടകന്നിട്ട് നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കേണ്ടതിനായിട്ട് ദൈവത്തെ അന്വേഷിക്കാം. ദൈവ പാത ആമേൻ പിന്തുടരാം. നമ്മുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവനെന്തു പ്രയോജനം? അല്ല, മനുഷ്യൻ തൻ്റെ ആത്മാവിന് എന്തോ ഒരു മറുവില കൊടുക്കും. പ്രിയമുള്ളവരെ, മരണശേഷം നമ്മുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്കു വേണ്ടി ജീവിച്ചിരിക്കുന്നവർ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ഏതു കർമ്മങ്ങൾ നടത്തിയാലും അതൊന്നും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് ഉപകാരപ്രദമായി തീരുകയില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ അവൻ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കയില്ല. പ്രിയമുള്ളവരെ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വേണ്ടി ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആമേൻ സ്തോത്രം അവൻ്റെ അതേ ആർക്കും ആരുടെയും കർമ്മ പ്രവൃത്തികൾ കൊണ്ട് പുണ്യപ്രവൃത്തികൾ കൊണ്ട് കർമ്മ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒന്നും തന്നെ സാധിക്കയില്ലെങ്കിൽ നാം ആണ്ട് പ്രാർത്ഥന നടത്തിയാലും ആണ്ട് ക്രിയകൾ നടത്തിയാലും നമുക്ക് എത്ര തന്നെ ആമേൻ നമ്മുടെ പ്രായശ്ചിത്തത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ
നമുക്ക് കഴിഞ്ഞാലും അതൊന്നും ആമേൻ ഫലമാകയില്ല. അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ ആമേൻ സ്വത്രം നേരെയാക്കുക. മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ നാശകരം എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മരണം വഴിയല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ കഴിയുകയില്ല. മരണം ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ കടന്നത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതു മുഖാന്തരമാണ്. ദൈവം ചെയ്യരുതെന്ന് കൽപ്പിച്ചത് ആമേൻ മനുഷ്യൻ അനുസരണക്കേട് കാട്ടി അത് ചെയ്തപ്പോൾ, ആമേൻ സ്വത്രം നിയമം ലംഘിച്ചപ്പോൾ ദൈവം മുൻപാകെ മനുഷ്യൻ നിയമലംഘിയായി, കൽപ്പന ലംഘിയായി പാപം ചെയ്തു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആമേൻ സ്വത്രം. അതേ പാപത്തിൽ ആമേൻ സ്വത്രം അകപ്പെട്ടുപോയ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായിട്ടാണ്, പാപത്തിന് പരിഹാരമായി മനുഷ്യൻ ആമേൻ ചെയ്തു പോന്ന പാപപരിഹാര ക്രിയകൾക്കോ ആമേൻ യാഗങ്ങൾക്കോ പുണ്യ ആമേൻ പ്രവൃത്തികൾക്കോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കലോ ഇതൊന്നും കൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ട് സാക്ഷാൽ ദൈവമായവൻ ആമൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി കന്യകാമറിയത്തിലൂടെ ഈ ഭൂമിയിൽ പൂജാതനായി. യേശുവിൻ്റെ ജനനത്തിൽ യേശു ദൈവ പുത്രനെന്ന് ആമേൻ തന്നെ കിഴക്ക് നിന്ന് വന്ന് കണ്ട വിദ്വാൻമാർ പൊന്നമൂര് കുന്തുരുക്കം കാഴ്ചവെച്ച് അമ്മയോടൊപ്പം കുഞ്ഞിനെ വണങ്ങി നമസ്കരിപ്പാനിടയായി തീർന്നു. അങ്ങനെ യേശു ദൈവമാണെന്ന് ജനനത്തിൽ ശിശുവായിരുന്നപ്പോൾ ആമൻ ലോകത്തോട് ആമൻ തെളിയിച്ചു. യേശു വളർച്ചയിൽ ആമേൻ ദൈവമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയുണ്ടായി. യേശു കർത്താവ് തൻ്റെ 33.5 തിരുവയസ്സ് വരെയുള്ള ജീവിതത്തിൽ 30 വയസ്സ് മുതൽ 33.5 വയസ്സ് വരെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് ആമേൻ കാഴ്ചയില്ലാത്തവർക്ക് കുരുടർക്ക് കാഴ്ചയും മുടന്തന് കാലും വിശന്നവർക്ക് അപ്പവും ഒക്കെ നൽകി മരിച്ചവരെ ഉയർപ്പിച്ച് താൻ ദൈവമെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒടുവിൽ പ്രിയമുള്ളവരെ, യേശു കർത്താവ് നീതിമാനായിരിക്കുമ്പോൾ പാപം അറിയാത്തവനായി, പാപം ചെയ്യാത്തവനായി, പാപമില്ലാത്തവനായി ജീവിക്കുമ്പോൾ ആമേൻ ഒരു പാപിയെപ്പോലെ പാപത്തിൽ ആമേൻ ജീവിച്ചിരുന്ന സകല മാനവൻ്റെയും പാപങ്ങളെ തൻ്റെ മേൽ കണക്കിട്ടുകൊണ്ട് കാൽവരി ക്രൂശിൽ താൻ യാഗമായി തീരുവാൻ തക്കവണ്ണമിടയായി. സ്നേഹിതരെ, മരണത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടേണ്ടതിന് ഹല്ലേലൂയ ആമേൻ ഒരിക്കലും ആമേൻ മരണം ഏൽക്കുവാൻ പാടില്ലാതിരുന്ന യേശു നമുക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണമിടയായി. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ ആമേൻ സ്തോത്രം മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കടക്കുവാൻ നമുക്ക് മുഖാന്തരമായി. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ആമേൻ ഈ ലോകത്തിൽ ആമേൻ അവൻ മരണത്തോടൊപ്പം ആമേൻ സ്തോത്രം ഈ ലോകത്തെ വിട്ടുപോയാലും അവൻ വീണ്ടും ജീവിക്കുമെന്ന് യേശു തൻ്റെ ആമേൻ സ്തോത്രം ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു.
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് ഈ സായംവേളയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളൊരു മദ്യപാനിയാണോ? പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളൊരു മോഷ്ടാവാണോ? നിങ്ങളൊരു കുലപാതകിയാണോ? ആമേൻ, സ്തോത്രം. നിങ്ങൾ ഏത് പാപത്തിന് അടിമകളായാലും നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടി കാൽവരിയിൽ ചൊരിയപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആമേൻ. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അത് ദൈവസന്നിധിയിൽ ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുക. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഒരു മനുഷ്യനോടും പറയണ്ട. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുക. പാപത്തിന് പരിഹാരകനായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു നിങ്ങളുടെ പാപത്തിന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പരിഹാരമായി തൻ്റെ രക്തം ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് വെറുതെയല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ, ശുദ്ധീകരിപ്പാൻ മതിയായത്. യേശു പാപിയെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു. ഇനി താമസവിന് യേശു, ആമേൻ, സ്തോത്രം, ഈ ലോകത്തിൽ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ലധികം ദിവസം, ആമേൻ, 500-ലധികം പേർക്ക്, ആമേൻ, പ്രത്യക്ഷനായി, ആമേൻ, സ്തോത്രം, ആമേൻ, 500-ലധികം പേർ നോക്കി നിൽക്കുമ്പോൾ, ആമേൻ, സ്വർഗത്തിലേക്ക്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആകാശമധ്യത്തിൽ, ആമേൻ, കരേറിപ്പോകുന്നത് കാണുവാനിടയായിത്തീർന്നു. അതെ, യേശു ഈ ലോകത്തിൽ നിന്ന് മധ്യാകാശത്തിലേക്ക്, ആമേൻ, സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് നോക്കി നിന്ന ഗലീല പുരുഷന്മാരെ നോക്കിക്കൊണ്ട്, ആമേൻ, സ്തോത്രം, ഇങ്ങനെ പറഞ്ഞു: ഞാൻ പോകുന്നതായി നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഞാൻ വീണ്ടും അതേ മടങ്ങി വരും. യേശു കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ മംഗളമണിനാഥമാണ് ഇന്ന് നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന രോദന ശബ്ദങ്ങൾ, നിലവിളികൾ, ആമേൻ, കരച്ചിലുകൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പാപത്തിൻ്റെ, ആമേൻ, പ്രവൃത്തികൾ. മകൻ അപ്പനെ കൊല്ലുന്നു, അപ്പൻ മകനെ കൊല്ലുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, തമ്മിൽ കൊല്ലുവാനും, ആമേൻ, നശിപ്പിക്കുവാനും ആർക്കും ഒരു മടിയുമില്ല. എന്തും ചെയ്യുവാൻ ധൈര്യം കാട്ടുന്ന ഈ കാലഘട്ടം, ആമേൻ, സ്തോത്രം, കർത്താവിൻ്റെ വീണ്ടും വരവിനെ വിളിച്ചറിയിക്കുകയാണ്. കാലം ഇനി അധികമില്ല. ആമേൻ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ദേശത്തിലെ അതേ പുത്തൻകട, ആമേൻ, പ്രദേശത്തിലെ ഞങ്ങളുടെ മാതാപിതാക്കളോട്, ഞങ്ങളുടെ യൗവനക്കാരോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ്: നിങ്ങൾക്ക് ഈ സുവിശേഷ സന്ദേശം നിങ്ങൾ കേട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഇന്ന്, ആമേൻ, സ്തോത്രം, ഈ കാണുന്നതായ, ഹല്ലേലൂയ, പോസ്റ്റ്, ഈ കെട്ടിടങ്ങൾ, ആമേൻ, ആമേൻ, ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിലെ, ആമേൻ, സ്തോത്രം, പൊടി, മണ്ണ്, കല്ലുകൾ, ആമേൻ, സകലതും, ആമേൻ, നിങ്ങൾക്കെതിരെ സാക്ഷി പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം മേലിൽ നിന്ന് ആകാശത്തെയും കീഴിൽ നിന്ന് ഭൂമിയെയും മാത്രമേ ന്യായവിധി ദിവസത്തിൽ, ആമേൻ, സ്തോത്രം, സാക്ഷിക്കായി എഴുന്നേൽപ്പിക്കുകയുള്ളൂ. ആകയാൽ മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവമക്കളായി ജീവിക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച്, ആമേൻ, യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ജലത്തിൽ അതേ ഇറങ്ങി മുഴുകൽ സ്നാനം സ്വീകരിച്ച്, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച്, യേശുവിന് വേണ്ടി ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി യേശു, ആമേൻ, സ്തോത്രം, ഇതാ വേഗം വരാൻ പോവുകയാണ്. ആ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി, ആമേൻ, സ്തോത്രം, ലോകം കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന്